എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സജിന നൂറിൻ്റെ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. സജിന നൂർ, ഫിറോസ്, പൂച്ചക്കുട്ടി, ഈ ഒരു വിഷയമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറേ ഗസ്റ്റ് ക്യാരക്ടേഴ്സ്, കുറേ ക്യാമിയോസും വന്നു പോകുന്നുണ്ട്. ഈ വീഡിയോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു അപരാധം പിടിച്ച ടോപ്പിക്കാണ്. സോ താല്പര്യമുള്ളവർ മാത്രമേ ഇത് കാണാവുള്ളൂ. നിങ്ങൾക്ക് ചുമ്മാ ജോളിക്കൊരു വീഡിയോ കാണണം എങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അല്ലാത്തൊരു ഇത് ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്തു വന്നിരുന്ന് കണ്ടിട്ട് നിനക്കെന്തിനോട് അന്യൻ്റെ കുടുംബത്തിൽ തലയിടാൻ ആവശ്യം എന്നൊക്കെ ചോദിക്കുന്ന കമൻറ്റുകൾ വേണ്ട, നിങ്ങൾക്ക് കാണണ്ട. രണ്ടാമത്തെ സാധനം, ഇത് ഒരു വീഡിയോയിലൊന്നും തീരൂല. ഇത് ഈ സജിന ഒക്കെ അഭിനയിക്കുന്ന സീരിയൽ പോലെ ഒരു മെഗാ സ്റ്റോറിയാണ്. അതുകൊണ്ട് 2 or 3 എപ്പിസോഡുകളായിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഒരെണ്ണത്തിൽ ഇത് എന്തായാലും തീരാൻ പോകുന്നില്ല. സോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒത്തിരി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ്. നോക്കിക്കോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ആ വിഷയം അറിയാത്തവർക്ക് ഞാൻ വെറുതെ ഒരു റീക്യാപ്പ് തരാം. സംഭവം എന്ന് പറഞ്ഞാൽ സജിന നൂറും ഫിറോസും ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ സജിന നൂറിൻ്റെ ജീവിതത്തിലേക്ക് പൂച്ചക്കുട്ടി, നമ്മുടെ ഓസ്കർ ജേതാവായ പൂച്ചക്കുട്ടിയുടെ പേര് വലിച്ചിടുകയും പൂച്ചക്കുട്ടി മൂലം ഈ സജിന വീണ്ടും ഗബ്രിണിയാണെന്നുള്ള വിവരം അറിയുകയും ചെയ്തു. ഇതിനെ ചൊല്ലി നിരന്തരമായുള്ള ചോദ്യങ്ങളെ തുടർന്ന് ഫിറോസ്ക 3 പാർട്ടുള്ളൊരു വീഡിയോ അങ്ങോട്ട് ചാമ്പി വിട്ട്. ഈ 3 പാർട്ടുള്ള വീഡിയോയ്ക്കകത്ത് സജിനയുടെ ഒളിച്ചോട്ട കഥകളുടെയും അവിഹിത കഥകളുടെയും ഒരു കൂമ്പാരമായിരുന്നു സുഹൃത്തുക്കളെ അവിടെ സംഭവിച്ചത്. അങ്ങനെ ഇപ്പോൾ സജിന ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് വന്ന അവിഹിത കഥയൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങോട്ടൊരു ചെക്ക് വെച്ചു, തിരിച്ച് അങ്ങോട്ടൊരു ചെക്ക് വെച്ചു. അങ്ങനെ സജിന കുറേ ചെക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. ആ ചെക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ സജിനയ്ക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മറുനാടൻ മലയാളിയിൽ വന്നൊരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് കാണാം, അല്ല പോഡ്കാസ്റ്റാണ്, നമുക്ക് കേൾക്കാം. സ്നേഹം തന്നെയാണ്, സ്നേഹം ഉള്ളതുകൊണ്ടാണ് പുള്ളി പറയുന്നത് അവനിൽ ഉണ്ടായതല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈഗോ പ്രശ്നമാണ് ഞാൻ അന്ന് കണ്ടത്. ഞാൻ വിചാരിച്ചു ആദ്യത്തെ ആ പുള്ളിയിൽ ഉണ്ടായത് ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് സഹിച്ച് ജീവിച്ചേ പറ്റത്തുള്ളൂ. എത്രയെന്ന് പറഞ്ഞാലും സെക്കൻഡ് മാരേജ് അല്ലേ, ആദ്യത്തെ മാരേജ് ഇങ്ങനെ കഴിഞ്ഞു, രണ്ടാമത്തെ മാരേജ് ഇനി ഇങ്ങനെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നാട്ടുകാരെന്ത് പറയും? ഇപ്പം നാട്ടുകാർ വളരെ നല്ലല്ലേ പറയുന്നത്. നാട്ടുകാരെ സന്തോഷം തൃപ്തിപ്പെടുത്താൻ പറ്റിയല്ലോ ഇപ്പോൾ. ഇത് സജിന, ഇത് നമ്മളൊരു കഥയിലേക്കാണ് ഈ കഥ ഇപ്പം നമ്മൾ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിച്ചാൽ അതിലേക്ക് എത്താൻ പറ്റും. സജിന പറയുന്നത് ഫിറോസ് എന്ന് പറയുന്നത് വെറും ചെറ്റയായിരുന്നു, അവൻ ടോക്സിക്ക് തെണ്ടിയാണ്. അവൻ എന്തൊരു ചെയ്ത്, അവൻ എൻ്റെ കൊച്ചിനെ, അതായത് ഒരു ആദ്യത്തെ ബന്ധത്തിലുണ്ടായിരുന്ന കൊച്ചിനെ കാണാൻ സമ്മതിക്കുന്നില്ല, അതിനെ ഏറ്റെടുത്തോളം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ സമ്മതിക്കുന്നേ ഇല്ല. അവൻ്റെ സ്വഭാവം വെറും കൂതറയായിട്ട് മാറി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പുള്ളിക്ക് കുറേ പരസ്ത്രീ ബന്ധങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഭാഗ്യക്കാം കൊണ്ട് എനിക്ക് മേളിലിരിക്കുന്ന ഒരാൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞാൻ ഇത് അങ്ങനെയല്ല, മേളിലിരിക്കുന്ന ആൾ അങ്ങനെ ചെയ്യില്ല. നമുക്ക് 2 ഓപ്ഷൻസ് തരും, നമുക്ക് ചൂസ് ചെയ്യാം. ഒന്ന്, ഈ നേരായ വഴിയെ നമുക്ക് വളരെ മാന്യമായിട്ട് പോകാം, ഇല്ല മ്ലേച്ഛകരമായ വഴിയിലൂടെ വെറും കൂതറയായിട്ട് പോകാം. അത് നമ്മുടെ ഡിസിഷനാണ്. ഇതിലേ പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് കുറേ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതിലേ പോയി കഴിഞ്ഞാൽ കുറേ കുരിശുകളിൽ നമ്മൾ പോയി ചാടും. ഇത്രേ ദൈവം ചെയ്യുന്നുള്ളൂ. അല്ല ദൈവത്തിന് പുറകെ നടന്ന് വീതം പിടിക്കലും അതിന് സെറ്റാക്കി തരലൊന്നും അല്ല പണി. പണി ദൈവം ചെയ്യുന്നില്ല. ദൈവം എന്ന് പറയുമ്പോൾ ഓക്കെ, ഈ ദൈവത്തെ നിങ്ങൾ നോട്ട് ചെയ്തു, നമുക്ക് ബാക്കിയേക്കാം. മൊബൈൽ എടുക്കുന്നു, ആ ടാബ് എടുത്തിട്ട് ഞാൻ ടാബിനകത്ത്, ഈ ടാബ് എൻ്റെ കയ്യിരുന്ന ടാബാണ്, അതിനകത്ത് എങ്ങനെയുണ്ട് ഏതുണ്ട് എങ്ങനെയാണെന്ന് ഫിറോസ് ഖാനെക്കാട്ടിലും കൂടുതൽ അറിയാതെ ഇരിക്കാം. ഞാൻ അന്നേരം നേരെ എടുത്ത് റെക്കോർഡിങ്. എൻ്റെ പൊന്നടാവേ, ഇത് എന്നാ കഥ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി തുടക്കം മുതൽ ഈ കഥയാണ് സ്ക്രിപ്റ്റ് തെറ്റാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ശരിയാണെന്ന് നമുക്ക് ടിക്ക് ചെയ്യാം. ഈ പുള്ളിക്കാരി പറയുന്ന കഥ, പുള്ളിക്കാരി എവിടെയോ നിന്ന് ഫിറോസ് ഖാനെ അർദ്ധരാത്രി 12 മണിക്ക് കുറ്റാക്കൂരിട്ടിൽ ഫോൺ എടുത്ത് എന്ന് വിളിക്കുമ്പോഴത്തേനും അവിടെ ഫിറോസ് ഖാൻ ബിസി. ഫിറോസ് ഖാൻ അപ്പോഴേ കട്ട് ചെയ്ത് വിളിച്ചു, എനിക്ക് സംശയമൊന്നുമില്ല എന്നാലും എനിക്കൊരു ചംചയം. അങ്ങനെ ഫിറോസ് ഖാന്റെ ടാബ് എടുത്ത് പുള്ളിക്കാരി പരിശോധിച്ചപ്പോൾ ഏതൊരു പെൺകുട്ടിയുമായിട്ടുള്ള അശ്ലീല കുൽസിത ചാറ്റുകൾ അവരുടെ കൺമുന്നിൽ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബാക്കി പറ. നോക്കി, അപ്പം നോക്കിയപ്പോഴത്തേക്ക് കുറേ ഈ റെക്കോർഡിംഗ് ഉള്ളത് പുള്ളിക്കാരൻ അറിയത്തില്ലായിരുന്നു. ഓൾറെഡി അതല്ല, അങ്ങനെയല്ല, ആ ഫോണിലുള്ളത് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഫിറോസ് ഖാൻ അത് അറിയത്തില്ല. പക്ഷെ ഡിലീറ്റ് ചെയ്തിട്ടേ ഇല്ല ആ സാധനം. ഈ സാധനം എടുത്ത് ഓപ്പണിലേക്ക് ഞാൻ അവരുടെ വീട്ടിലാണ്, മോനെ എടുത്ത് ഞാൻ അവരുടെ ഉമ്മാടുത്തും അവരുടെ കുഞ്ഞുമ്മ എല്ലാവരും ഉണ്ട് താഴെയിൽ. അവിടെ എല്ലാവരും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഞങ്ങൾ പേഴ്സണലായിട്ട് മേലിലും സംസാരിക്കുക. ഫോണിൽ എടുത്തിട്ട് ഞാനിത് കേട്ടിട്ട് ഞാൻ കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത വൃത്തികെട്ട, അതായത് ഇന്നലെ വന്ന് ഞാൻ നിന്നതുപോലെ എന്ന് പറഞ്ഞ് ഭയങ്കര സെക്സി സംസാരങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഓ സെക്സി ഓ യാ. ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഒരേ പാതയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫിറോസ് ഖാൻ ആയാലും പറയുന്ന കഥകളൊന്നാണ്, സജിന ആയാലും പറയുന്ന കഥകളൊന്നാണ്. പക്ഷേ ഈ കഥകളുടെ ഇടയ്ക്ക് നടക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങൾ മാത്രം വേറെയാണ്. ഫിറോസൊക്കെ നടന്നു പോകുന്ന വഴികളിൽ സജിനയ്ക്ക് അവിഹിതം, സജിന അവൻ്റെ കൂടെ പോകുന്നു, സജിനയുടെ ഫോണിൽ നിന്നും ആ ചാറ്റ് പൊക്കുന്നു, സജിനയുടെ ഫോണിൽ നിന്ന് ഈ ചാറ്റ് പൊക്കുന്നു. സജിനയുടെ കഥയ്ക്കകത്തുള്ള നറേഷൻ എന്ന് പറഞ്ഞാൽ ഫിറോസൊക്കെ ചാറ്റാണ്, ഫിറോസൊക്കെ അങ്ങനെ ചാറ്റ് ചെയ്ത് പിടിക്കുന്നു, ഈ ചാറ്റ് പിടിക്കുന്നു, ആ ചാറ്റ് പിടിക്കുന്നു. ഇതിൽ ആര് പറയുന്നതാണ് സത്യമെന്ന് തമ്പുരാനെ അറിയത്തുള്ളൂ, നമുക്കറിയാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് ഒരു മെയിൻ പോയിന്റ് ഈസ് ഫിറോസൊക്കെ പറയുന്ന പല കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതമാണ് അയാൾ സംസാരിച്ചത്. സജിനയുടെ കയ്യിൽ അങ്ങനെ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല, ഞാൻ പറയുന്ന ചെവിത്തെത്തിക്കുക, അതാണ് അതിനകത്തൊരു പ്രശ്നം. ബാക്കിയേക്കാം. 6 മാസം പോലും ആയിട്ടില്ല ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടാണ്. നിങ്ങൾ അന്നേരം പറഞ്ഞു പുള്ളിക്കാരി എന്നെ കുറേ മാപ്പ് പറഞ്ഞു, അങ്ങനെയല്ല എൻ്റെ അബദ്ധവശം ഞാൻ അങ്ങനെ ആയിപ്പോയതാണ്, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇൻസിഡൻറ്റ് വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇതായിപ്പോയത്, മോളെ വേറെ ഒന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ നിങ്ങളെല്ലാവരും കൂടെ എന്നെ കൊല്ലാക്കൊലയാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കയറി വീണ്ടും മരിക്കാൻ വേണ്ട രീതിയിൽ ഞാൻ തൂങ്ങാൻ പോയപ്പോൾ അവിടുന്ന് എൻ്റെ കാല് പിടിച്ച് സച്ചിന അങ്ങനെ ചെയ്യലും ഇങ്ങനെ ചെയ്യലും മറ്റേതായാലും എന്ന് പറഞ്ഞിട്ട് വന്നു. വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പം പിന്നെ ഫേസ്ബുക്കിൽ കുറേ ചാറ്റിങ്ങുകളായാലോ കുറേ പെണ്ണുങ്ങളുമായിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ പിന്നെ തുടർന്ന് ഞാൻ കുറേ സാധനങ്ങൾ കാണും. എനിക്ക് കഥകൾ പറയാനാണെങ്കിൽ ഇതിനിടയ്ക്കാണ് നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകുന്നത്? അല്ലല്ല, അതൊക്കെ ഉണ്ട്, അത് പിന്നെയാണ്. ഓ, ഇത് ഉടനെ ഒന്നും അവസാനിക്കാനും പോകുന്നില്ല. അപ്പോൾ ഫിറോസ് ഖാൻ്റെ ചാറ്റ് പൊക്കലാണ്. ഇതിനകത്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. സജിനയെക്കുറിച്ച് ഫിറോസ് കുറേ കഥകൾ പറഞ്ഞു. ഈ കഥകളെല്ലാം ഫേക്കാണെന്ന് വെച്ചോ, പക്ഷേ 2 കഥകൾ ഇതിനകത്ത് ജെന്യുവിനാണ്. 2 കഥകൾ പക്ക വിത്ത് പ്രൂഫ് സഹിതം വെച്ച സാധനങ്ങളാണ്. ഒന്ന്, സജിന മറ്റൊരു ഡയറക്ടറിൻ്റെ കൂടെ ഒളിച്ചോടി അവിടെ ഇരുന്ന് എഗ്രിമെൻ്റ് എഴുതുന്ന കഥ, ഞാൻ സ്വന്തം ഇഷ്ടത്തോടെ ആ കഥ. 2ാമത്തെ കഥ പൂച്ചക്കുട്ടിയുമായിട്ടുള്ള ഫോൺ കോളിനകത്ത് പറയുന്ന കഥ. സോ ഈ 2 വിഹിതം എന്തായാലും പുള്ളിക്കാരിക്കുണ്ട്. ഈ 2 സാധനത്തിനുള്ള വ്യക്തമായ കൃത്യമായ സ്പഷ്ടമായ തെളിവുകൾ ഫിറോസ് നമുക്ക് മുമ്പിൽ പറന്ന് നിരത്തിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് നിരത്താനൊന്നുമില്ല. കേട്ടറിവിനെക്കാട്ടില്ല, കാഴ്ചയെക്കാട്ടിലും വലുതാണല്ലോ കേട്ടറിവ്, മുരുകൻ എന്ന സത്യം. അതുകൊണ്ട് സജിന പറയുന്നത് തൊണ്ടതട ഇറക്കിയാൽ മതി, അത് സത്യമാണ്. പുള്ളിക്കാരി കറക്റ്റേ പറയത്തുള്ളൂ. പുള്ളി ഫോൺ അങ്ങ് ഓഫാക്കി കഴിഞ്ഞപ്പോൾ ഉടനെ ഞാൻ എന്ത് ചെയ്ത്, അരുൺ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടല്ലോ. അപ്പോൾ അരുൺ ചേട്ടനെ ഞാൻ വിളിച്ചു. അരുൺ ചേട്ടാ എന്ത് ചെയ്യും? ഈ അരുൺ ചേട്ടനിലേക്ക് വരുന്നതിന് മുന്നേ കാര്യം പറയാം. ഫിറോസിക്ക ഏതോ ഒരു സാധനത്തിൻ്റെ ഷൂട്ടിംഗ് ആണെന്നും പറഞ്ഞിട്ട് പോയി. ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞ് പോയപ്പോൾ ഓൾറെഡി സജിനോട് പറഞ്ഞു, ഞാൻ ഷൂട്ടിങ്ങിന് പോകണം, അവിടെ 2 ദിവസം റേഞ്ച് കാണത്തില്ല, യാതൊരു തരത്തിലും എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല, നഹി എന്ന് പറഞ്ഞ നഹി എന്ന് ഫിറോസ് ഖാൻ പറയുന്നു. പക്ഷേ ഫിറോസ് ഖാൻ അവിടെ ചെന്നപ്പോൾ സജിന ഫിറോസ് ഖാനെ വിളിച്ചു നോക്കുന്നു. ഫിറോസ് ഖാൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ ഫിറോസ് ഖാൻ ആരാണ്ട് കൂടെ ഉണ്ട്, അവർക്ക് ഞങ്ങൾ ഒന്നിച്ച് കിടന്നുറങ്ങണമെന്ന് പറയുന്നു. അപ്പോൾ മറ്റവനെ വിളിക്കുന്നു, അവൻ്റെ ഫോണിൽ ബെല്ലടിച്ചില്ല. എനിക്ക് സംശയമൊന്നുമില്ല, ഇതെല്ലാം ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്, ഇത് സംശയത്തിൻ്റെ പേരിലൊന്നുമില്ല, അവൻ്റെ സംശയമല്ല. അങ്ങനെ ഈ പുള്ളിക്കാരി വണ്ടിയും വിളിച്ച് ഫിറോസിക്കയുടെ സ്ഥലത്തേക്ക് എത്തുന്നു, ഫിറോസിക്കയുടെ റൂമിലേക്ക് എത്തുന്നു. അപ്പോൾ കാണുന്ന രംഗം കണ്ട് ഞെട്ടുന്നു. ആ ഞെട്ടുന്ന രംഗങ്ങൾ നമുക്ക് കാണാം. ഫിറോസിക്ക ഒന്ന് കൂടും, മോളെ അതാ അവൻ അപ്പുറത്തെ റൂമിൽ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, ഞങ്ങളെല്ലാവരും ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. കേട്ടോണം. അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ കയറിയിട്ട് ഞാൻ ചോദിച്ചു, മറ്റേ പുള്ളിക്കാരിയോ? അതിപ്പുറത്തെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ വിളിക്കുന്നതും ഞാൻ അവിടെ ചെന്ന് കയറുന്നതും അപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്ത് ചാത്തന്നൂർ തന്നെ ഷൂട്ട് നടക്കുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് ചാത്തന്നൂർ, ഇതെല്ലാം കൊല്ലം ജില്ലയിലാണല്ലോ പണ്ടാരം. കയറുമ്പം ഞാൻ പോയി നോക്കുമ്പം പുള്ളിക്കാരിയാണ് വന്ന് കഥ തുറക്കുന്നത് അവിടെ സെറ്റിൽ. പുള്ളിക്കാരി വന്ന് ഈ പുള്ളിക്കാരിയിലും ഒന്നും ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നില്ല. കാരണം ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് സ്റ്റോറി ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം. ഇതിനകത്ത് മറ്റുള്ളവർ ഒറിജിനലാണോ അതോ ഈ കഥയ്ക്കകത്ത് അവർ വന്നു പോകുന്നത് ശരിയാണോ തെറ്റാണോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് അവരെ ഒന്നും പിടിച്ച് നമ്മളിതിനകത്ത് ഇട്ടിടുന്നില്ല. നമ്മളിതൊരു ഫണ്ണായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഒരു പുള്ളിക്കാരി വന്ന് കഥ തുറന്നു, ഏതൊരു പുള്ളിക്കാരി, അത്ര വെച്ചാൽ മതി. തുറക്കുമ്പം ഈ പുള്ളിക്കാരി കിടക്കുന്ന റൂമിൽ അതും അടച്ചു കിടക്കുന്നു, ഇതും അടച്ചു കിടക്കുന്നു. ഫിറോസ് ഖാൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. കാരണം അവിടുത്തെ മാത്രം കഥ തുറന്ന് കിടക്കുന്നത്. ഞാൻ കയറിപ്പോയി അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അടിയും ബഹളം ഉണ്ടാക്കി. ഞാൻ അവിടെ നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ഇതിനകത്ത് ആരും പറയുന്ന അരുൺ ചേട്ടനെ രംഗത്ത് കൊണ്ടുവന്ന് ഈ ഒരു വിഷയം നിങ്ങളെ കൊണ്ട് പറയിക്കാൻ സാധിക്കുമോ? രണ്ടാമത്തത്, നിങ്ങളൊരു ഷൂട്ടിംഗ് സെറ്റിലാണ്, അല്ലെങ്കിൽ അവർ അന്ന് കിടന്നുറങ്ങുന്ന സ്ഥലത്താണ് പോയി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയത്. അന്ന് അവിടെ കൂടിച്ചേർന്നവരായാലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരുന്ന് യഥാർത്ഥമായ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വോയിസ് റെക്കോർഡുകൾ കൊണ്ടുവന്നാൽ കുറച്ച് നന്നായിരിക്കും. ചുമ്മാ നമ്മളെ ഏക്കും പോക്കും ഇല്ലാതെ കാര്യം പറയുന്നത് ശരിയല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ 2 പേരും അത്യാവശ്യം
പ്രശ്നക്കാരാ. ഫിറോസും പ്രശ്നമാണ്, സജിനയും പ്രശ്നമാണ്, പൂച്ചക്കുട്ടിയും എല്ലാം. ഇത് മൊത്തം ഒരു പ്രശ്നക്കാരെ മൊത്തം ഒരു ടാഗ് എടുത്തിട്ട് കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതേപോലെയാണ് ഈ സംഭവം. ഫിറോസ് ഖാനും ഒരുപാട് കുൽസിത വിഷയങ്ങളിലുണ്ട് എന്നൊക്കെയുള്ള സാധനമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഉണ്ടായിക്കോട്ടെ, പുള്ളി കഴിവ് തെളിയിച്ചതാണ്, പുള്ളി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും അതിനുള്ള പ്രൂഫ് കൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കണം. അല്ലാതെ നിങ്ങൾ എത്രയൊക്കെ സത്യം പറഞ്ഞിട്ടും യാതൊരു കഥയില്ല. തെളിവ് സഹിതം വിളമ്പിയത് ലങ്ങേരാണ്. അപ്പോൾ ലങ്ങേര് വിളമ്പുന്നതിന് നാട്ടുകാർ തിന്നത്തുള്ളൂ. നിങ്ങൾ വിളമ്പുന്നതിനകത്ത് തെളിവില്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല, ഇത് മസാല ഇല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോത്തേ ഉള്ളൂ. സോ തെളിവുകൾ ചറപ്പറ നിരത്തുക. ഇവർ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ലൊക്കേഷൻസ് വെച്ചിട്ട് അത് ഇതൊക്കെ പ്രൂവ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ദീപര് ആ വഴിക്കൂടെ പോയി, ധവർ ഈ വഴിക്കൂടെ പോയി, രണ്ടുപേരും വൈകിട്ട് വന്നിട്ട് നിനക്ക് വിഹിതം അല്ല നിനക്കാണ് വിഹിതം എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടും തമ്മിൽ തെല്ലുമെന്നാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര വയലൻ്റായി. എല്ലാവരും വന്നു, എല്ലാവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ കണ്ടില്ല ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാവരും അവിടെ എല്ലാ സെറ്റിലും എല്ലാവരും അറിഞ്ഞ കാര്യം അത് വന്നു. ഞാൻ കരഞ്ഞു പിടിച്ച് ഞാൻ ഇറങ്ങി അവിടെ നിന്ന് വന്ന് വീട്ടിൽ വന്ന് കൊച്ചിൻ്റെ ചെലവിനോ കുഞ്ഞിനുള്ള കാര്യങ്ങളോ ഒന്നും ഫിറോസ് ചെയ്തില്ല. ഇവർ എത്ര വഴക്കിട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വീതം പൊക്കിയാലും വീണ്ടും വീണ്ടും ഇവർ ഒന്നിച്ച് തോളോട് തോൾ ചേർത്ത് നിർത്തും. അതാണ് ഭാര്യ ഭർത്താവ് എന്നുള്ള സ്നേഹം. എത്ര അവൻ്റെ കൂടെ അല്ല അവളുടെ കൂടെ, പക്ഷേ നമ്മൾ അത് ഭയങ്കര ചിന്താഗതിയാണ്. ആ ചിന്താഗതിയൊക്കെ ഇത്രയും പ്രോഗ്രസീവ് മൈൻഡിട്ടുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ കാണാനേ നമുക്ക് പറ്റത്തില്ല. അന്ധകാലത്തിലെ ഇപ്പോഴും അല്ല, അന്ധകാലത്തിലെ കഥയാണ് ഈ പറയുന്നത്. ഈ ലൈഫ് വേണ്ടാന്ന് വെച്ച് ഇവൻ്റെ പല വൃത്തികേടും കണ്ട് അതിനുശേഷം പല പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു എനിക്ക് വേണ്ട എന്ന്. തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരു 19-20 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് 1.5 വർഷം എന്ന് പറയുമ്പോൾ 19 - 1 18 അല്ല പോട്ടെ 20 കൂട്ടാം. 20 - 1 19 19 - അര 18ാമത്തെ വയസ്സിൽ സംഭവിച്ചതാണ്. അപ്പോൾ 18ാം വയസ്സിൽ കെട്ടിയെങ്കിൽ പോലും 6 മാസത്തിനുള്ളിൽ ഇതിനും വേണ്ടി പൊക്കലോ. എൻ്റെ പൊന്നിടാവേ എന്നെ പൊക്കലാപ്പോൾ ഫിറോസ് ഖാനെ പൊക്കിയത്. നിങ്ങളുടെ കൊച്ചിനപ്പോൾ എത്ര മൊത്തത്തിൽ ഈ മാസത്തിൻ്റെ മാത്തമാറ്റിക്സ് അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഉടനെ ഗർഭിണിയായെന്ന ഇത് ശരിയാവില്ല. ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ട, ഇയാളെ പൊക്കി ഞാൻ ലാസ്റ്റ് തീരുമാനം എടുത്തു എനിക്ക് വേണ്ട എന്ന്. തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് അത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടി ഏതോ ഒരു ഡയറക്ടറിൻ്റെ കൂടെ പോലെ പ്രൊഡ്യൂസറിൻ്റെ കൂടെ പോയിട്ട് പിന്നെ ഇവിടുന്ന് ചാടി ഡയറക്ടർ അങ്ങനെ എന്താ ആരുടെ കൂടെ പോയിട്ട് പിന്നെ വേറൊരുത്തൻ്റെ കൂടെ അവിടുന്ന് ചാടിപ്പോയി. എന്നിട്ട് ഒരു മുദ്രപത്രത്തിൽ ഒപ്പിടുന്നു, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒളിച്ചോടി വന്നതാണ്, ഫിറോസ്ക്കൊക്കെ എനിക്ക് തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല, ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ മാത്രം എന്ന ഒരു എഗ്രിമെൻ്റ് എഴുതി ചിരിച്ച് കളിച്ച് കാണിക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആട്ടോ പറയുന്നത്. സൂപ്പറാണ്. ആങ്കർ കുക്ക്ഡ്, ആങ്കർ വറുത്ത് റോസ്റ്റ് ചെയ്ത് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. കേൾക്കാം. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കട്ടെ. അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത് ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു പണിഷ്മെൻറ്റ് പോലെ. എന്നിട്ട് വാവ് വാട്ട് എ ന്യായീകരണം. ഇയാൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയതിൻ്റെ വേദന ഇയാൾക്ക് മനസ്സിലാക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ടാട്ടോ, അല്ല ശരിക്കും നമുക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, ഇയാൾക്ക് ഒരു വിഷമം മനസ്സിലാകാനായിട്ട് ഞാൻ വേറെത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഈ കഥയുണ്ടല്ലോ ചിലപ്പോൾ ഒന്ന് ബാലരമയിലോ കളിക്കുടുക്കയിലോ എഴുതി നോക്ക്, ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കുമായിരിക്കും. അല്ലാതെ അങ്ങനെ ഇവനെ കാണിക്കാനായിട്ട് ചുമ്മാ വെറുതെ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇനി ബാക്കിയേക്കാം. വീട്ടുകാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിർദോസ് എന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിച്ച് വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ച്. അതിങ്ങനൊരു പണിയായിട്ട് വരുമെന്ന് ഓർത്തില്ലായിരുന്നില്ലയോ? 8-9 വർഷത്തിന് ശേഷം അയാൾ അതും പെറുക്കിക്കൊണ്ട് വരുമെന്ന് വിചാരിച്ചില്ല. അന്ന് 1 ടൈം വ്യൂ ഓപ്ഷൻ ഇല്ലായിരുന്നല്ലേ. അതിപ്പറ്റിപ്പോയതാ. ടെക്നോളജി ഇപ്പോഴാണ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോഴൊന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പരിപാടി നടന്നേനെ.
ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ. വേറൊരാളുടെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സച്ചിൻ സത്യമായിരുന്നു ഒരാളുടെ കൂടെ പോയത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മൾ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ല. അത് അതെ, എത്ര നാളത്തേക്കായിരുന്നു അവൻ്റെ കൂടെ പോയത്? അത് കഴിഞ്ഞ് ആങ്കർ ചേട്ടൻ മാസ്മരികം. ആങ്കർ ചേട്ടന് മനസ്സിലായി സംഭവം ഉടായ്പാണെന്നുള്ളത്. ചേട്ടൻ റോസ്റ്റിംഗ് തുടങ്ങിയിട്ടൊക്കെയാണ് ഇവിടെ മുതൽ. പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ. ഒരു മാസത്തേക്കുള്ള ടൈം പീരീഡിലാട്ടോ പോയത്. ഒരു മാസമേ ഉള്ളായിരുന്നു. അപ്പോൾ പുള്ളി ചോദിച്ച ചോദ്യം കറക്റ്റാണ്. നമ്മളിപ്പോൾ ഒരു നോർമലി ഒരു മൊബൈൽ എടുക്കുമ്പോൾ എത്ര നാളത്തെ EMI എന്ന് ചോദിക്കുന്നവരെ എത്ര നാളത്തേക്കായിരുന്നു അവിടെ പോയത്? അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു സ്കീമാണ്. വർക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എൻ്റെ അടുത്ത് കാണിച്ചതിൻ്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ സജിനെ ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളെ കൂടെ ജീവിതമല്ല, ജീവിക്കാനല്ല, ഇവനുള്ളൊരു പണിഷ്മെന്റ് പോലെ. ജീവിതമല്ല, ജീവിക്കാനല്ല, ഫിറോസിനൊരു പണി കുട്ടിക്കുന്ന ഒരു റിവെഞ്ച് എടുക്കണമെന്നൊരു ഒറ്റ ചിന്തയോടെ അവൻ്റെ കൂടെ പോയി. അവന് ലോട്ടറി, മറ്റേ പൊട്ടന് ലോട്ടറി അടിച്ച പോലെ അവൻ്റെ കൂടെ ഉള്ള ഇത് തീർക്കാനാണെങ്കിൽ ഇവൻ്റെ കൂടെ ഇറങ്ങിയെന്ന്. അപ്പം ഞാൻ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഇവനെതിരെ റിവെഞ്ച് എടുക്കാനായിട്ട് അവൻ്റെ കൂടെ പോയി. ചുമ്മാ എടാ എനിക്ക് ഇവനോട് റിവെഞ്ച് എടുക്കണം, ഞാൻ നിൻ്റെ കൂടെ പോന്നോട്ടെ നീ ചോദിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വരുമോ? അപ്പം നിങ്ങൾക്കിടയിലൊരു പ്രണയം തളിരിട്ട് മുട്ടിട്ട് വിരിഞ്ഞു. ആ വിരിഞ്ഞതങ്ങ് പറഞ്ഞാൽ മതി. വേറെ പ്രേമം ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ മതി. അതിന് ഇത്രയും കടന്നു മെഴുകേണ്ട കാര്യമില്ല. അല്ലാതെ അവൻ വിളിച്ചോണ്ട് പോകത്തില്ലല്ലോ, സ്വാഭാവികം. അദ്ദേഹം അത് അങ്ങ് ക്ഷമിച്ചോ അങ്ങനെ പോയത്? ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിന്റെ രണ്ടെണ്ണവും കുഞ്ഞുങ്ങളൊന്നും ഓർത്തിട്ടില്ല. ശരിക്കും നിങ്ങളുടെ രണ്ടിൻ്റെയും കുന്തളിപ്പിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെട്ടത് ആ കുഞ്ഞാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ അകത്ത് കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അപ്പം എൻ്റെ ഒരു ബേസിക് ഒപ്പീനിയൻ ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിനോട് അല്ലെങ്കിൽ ഒരാളിൽ മാത്രം ഒതുങ്ങാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുട്ടികളെ ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോകാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് പോകാതിരിക്കുക. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വലിയ സ്വീകാര്യത നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. വെറുതെ നിങ്ങളൊന്നിച്ച് അതിനകത്തൊരു കൊച്ചിനെയും കൂടെ കൊണ്ടുവന്ന് ലീഗലി ഇഷ്യൂസ് ഉണ്ടായി, നാട്ടുകാരെ നാണം കെടുത്തി, കൂട്ടുകാരെ നാണം കെടുത്തി, അവരെ നാണം കെടുത്തി, പിള്ളേരുടെ ജീവിതം, എൻ്റെ ഒന്നും ആവശ്യമില്ല. ഓപ്ഷൻസ് നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ പറയാൻ. അത് തന്നെ അവിടുന്ന് ഷൂട്ട് ചെയ്ത് അത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവനെ വേണ്ട എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുവാന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ട് കൊടുത്ത സാധനമാണത്. ചേട്ടൻ ചത്താലും പെടത്തില്ല. ആ ടോപ്പിക് ക്ലാരിറ്റി കിട്ടിയില്ല ചേട്ടന്. ചേട്ടൻ ഇതൊരു വിചിത്രമായ പ്രതികാരമില്ലയോ? അപ്പം ശരിക്കും നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് അല്ല പ്രതികാരത്തിന്. ചേട്ടനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് ചോദിക്കുക. പുള്ളിക്കാരി മെഴുകിലോട് മെഴുകിൽ ഈ നിമിഷം വരെ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? പ്രതികാരത്തിന് വേണ്ടി. ഞങ്ങളെല്ലാം അറിഞ്ഞ് പ്രതികാരത്തിന് വേണ്ടി. ഓക്കെ, പ്രതികാരം പറ. നമ്മൾ പറയത്തില്ല ചേട്ടാ, എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞത്. നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കുക എന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ കൂടെ പോകണമെങ്കിൽ ആ ആളുമായിട്ടൊരു റിലേഷൻ, ഒരു അഫെയർ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറേ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെന്റ് തോന്നും. അതോ അപ്പം അതങ്ങ് പണ അവനോട് ഇഷ്ടം തോന്നിയപ്പോൾ അവനെ ഇട്ടിട്ട് അവൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും എന്തായാലും പോയി. എനിക്ക് വേറെ ഇഷ്ടമുണ്ട്, ഞാൻ അവൻ്റെ കൂടെ പോയി. എന്നാൽ പിന്നെ ഇവനിട്ടൊരു പണിയും. അതാണ് സത്യം. അതിന് പകരം ഞാൻ റിവെഞ്ച് എടുക്കാൻ വേണ്ടി വിജയ് ചിത്രങ്ങളിൽ കാണുന്ന പോലെ ഇതൊന്നും തമിഴ് സിനിമ നമ്മുടെ സീരിയലുകളിൽ പോലും ഇല്ല ഇമാതിരി കഥകളൊക്കെ. നമ്മൾ ജെന്യുവനായിട്ട് പറയുക, നിങ്ങൾക്ക് ഇവൻ്റെ കൂടെ താമസിക്കാൻ പറ്റിയില്ല, മറ്റൊരുത്തിനോട്ട് ഇഷ്ടം തോന്നി, ഞാൻ ഡൈവോഴ്സ് തന്നില്ല, ഞാൻ അവൻ്റെ കൂടെ പോയി, ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഇത് എത്ര പേരുടെ കൂടെ പോയി എന്നാണ് ഫിറോസ് ആരോപിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതിനൊക്കെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നല്ല ഈ കഥ ഫിറോസും പറയുന്നുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പം എൻ്റെ കൊച്ചു പ്രായമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും അഞ്ചാറ് വാക്ക് പറഞ്ഞാൽ നമ്മൾ വീണു. ആരെങ്കിലും പഞ്ചാര വാക്ക് പറഞ്ഞാൽ അപ്പം യവൻ വേണമെന്നൊന്നും നിർബന്ധമില്ല. യവനേലും ഒന്ന് പഞ്ചാര വാക്ക് പറഞ്ഞാൽ മതി. ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. യൂസ് യുവർ ബ്രെയിൻസ് മച്ചാ. തലച്ചോറുണ്ടെങ്കിൽ അത് ഉപയോഗിക്കൂ. അങ്ങനെ നിങ്ങൾ വിഷമത്തിൽ നിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു തോളുണ്ടോ ചായ്ക്കാൻ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ചാഞ്ഞോ എന്ന് പറഞ്ഞ് വെച്ച് തരാൻ ഒരുപാട് തോളുകളുണ്ടാവും. ആ തോളുകൾ ചൂസ് ചെയ്തിരിക്കുക. എന്നിട്ട് ഈ പൊട്ട ബുദ്ധിക്ക് തോന്നി ഈ തോള് ചാഞ്ഞപ്പോൾ കിട്ടി, എന്നിട്ട് ആ തോളിൽ പോയിട്ട് എന്താണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഈ തോളിലോട്ട് ചാഞ്ഞത്. അപ്പം നമ്മുടെ സൈഡിലും പ്രശ്നങ്ങളുണ്ട്. ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, ഇതിനൊന്നും തിരുത്താൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് പെട്ടെന്ന് പൂച്ചക്കുട്ടിയിലേക്ക് കയറണം. അത് നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോവാം.
സ്ഥലം എവിടെയായിരുന്നു? കൊല്ലത്ത് തന്നെ? അല്ലല്ല, മലപ്പുറം ആ ഏരിയയിലായിരുന്നു. ഓ ശരി. അത് അങ്ങനെ ഒരു നിങ്ങൾ അങ്ങനെ പോയെങ്കിൽ വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോകുന്നു. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ച് പുള്ളിക്കാരൻ കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അപ്പോൾ ഈ കൂടെ വന്നയാളോ? ഓ, എനിക്ക് അപ്പോഴും പുള്ളിക്കാരെ തന്നെയാണല്ലോ എൻ്റെ കൺകണ്ട ദൈവം. പക്ഷെ ദൈവം ഉപദ്രവം വന്നപ്പോഴത്തേനും അപ്പുറത്തൊരു ചെകുത്താൻ വിളിച്ചപ്പോഴത്തേനും ചെകുത്താൻ്റെ അവിടെ പോയി. ഇത് ഇമാതിരി ഡയലോഗുകൾ കേൾക്കുമ്പോഴാണ് നമുക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചതെന്ന്. അപ്പം നമ്മൾ ഒത്തിരി അങ്ങ് ഷുഗർ കോട്ട് ചെയ്ത് സൂപ്പർ ടേസ്റ്റി എന്ന് പറഞ്ഞ് വിളമ്പണ്ട, അതിൻ്റെ കാര്യമില്ല. നിങ്ങൾ യവനെ വിട്ടായിട്ട് അവൻ്റെ കൂടെ പോയി. എന്നിട്ട് എനിക്ക് ഫിറോസ് ഖാനാണ് മികച്ചതെന്ന് പറയരുത്. അതിനകത്ത് എന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എൻ്റെ ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട്. ഏത് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാലോ? പെട്ട് കഥ പോയി. ചേട്ടൻ പൊളിച്ച് ഇൻ്റർവ്യൂ, ചേട്ടൻ സാധനം പൊളിച്ച്. ഇങ്ങനത്തെ ഒന്നും മെഴുകിയിട്ട് കാര്യമില്ല. റിവെഞ്ച് ആയിരുന്നു. അല്ല, ഇഷ്ടമായി. അല്ല അത് റിവെഞ്ച് സ്ക്രിപ്റ്റഡ് പ്ലാൻഡ് ആയിരുന്നു. അല്ല, അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്നോടൊരു ഇഷ്ടം തോന്നി. അല്ല, ഞാൻ അങ്ങനെയല്ലല്ലോ. നമ്മൾക്ക് കൺകണ്ട ദൈവം ഫിറോസൊക്കെയാണ്. എന്തൊരൊക്കെ കഥയാണോ ഈ ഒരു 4 മിനിറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്നറിയോ? 4 മിനിറ്റിനകത്ത് 47 കഥകളാണ് പുള്ളിക്കാരി ഇതിനകത്ത് മെനഞ്ഞെടുത്തത്. പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. എനിക്ക് പുള്ളിയുടെ അതും വേണമെങ്കിൽ പറയാമല്ല, അതേ പറയൂ. അവനെയും പറ്റിച്ച് എന്നിട്ട് കൊച്ചിൻ കന്നീഫ് പറയുന്നില്ല, പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി ഹൈലസാ എന്ന് പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചാൽ, പക്ഷെ പൊട്ടനും മണ്ടനും കൂടെ ചേർന്നിട്ട് ബോട്ട് തല്ലി അങ്ങ് പൊട്ടിച്ച്. അത്രേ ഉള്ളൂ സംഭവം. പ്രതികാരം നീട്ടാൻ ഒരാളെ ഞാനത് ഒരാളെ ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. ഒന്നുമില്ല, അവര് നമ്മൾ അതെല്ലാം അന്നേ വിട്ട കാര്യം. അവ അതിലും കിടില് അവ അന്ന് കണ്ടം വഴി മുണ്ട് പൊക്കി ഓടിയതാ. പിന്നെ ഇന്ന് വരെ അവൻ ആ മുണ്ട് കാത്തിട്ടില്ല. അവൻ ആ വഴിക്ക് പോയി. മഞ്ഞ ഡാ കുട്ടാ, നീ ഇപ്പൊ ഫേമസ് ആട്ടോ, കാണുന്നുണ്ടല്ലോ അല്ലേ? അതിന്റെ പേര് കേസോ വഴക്കോ ഒന്നുമില്ല. അത് ആ സംഭവം സജിനെ തേടി ഇദ്ദേഹം മലപ്പുറത്ത് വന്നു. എവിടെ നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വന്നു? ഞാൻ തിരിച്ചു വന്നു ഇങ്ങോട്ട്. തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു അതൊരു ഷൂട്ടിന്റെ പർപ്പസ് ആയിട്ട് പോയ സാധനമാണത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിമിന് ഷൂട്ടിനായിട്ട് പോയതാണ്. കാരണം ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോഴും അവരെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് അറിയാം ഇതിൻ്റെ കഥകൾ മൊത്തം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ എൻ്റെ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഓക്കെ പറഞ്ഞത് അവർ. പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഞാൻ അതില്ലാന്നും പറയുന്നില്ല. അവിടെ എനിക്കൊരു ഇഷ്ടവും അവിടെ പുള്ളിക്കാരനൊരു ഇഷ്ടം തോന്നി. പുള്ളിക്കാരനും എൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയായിരുന്നു. പക്ഷേ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയതാണ് ശരിക്കും. ഏതൊക്കെ ജാതി കഥകളാണോ പറയുന്നത്? ആദ്യം പറഞ്ഞ് റിവെഞ്ചാന്ന്, പിന്നെ പറഞ്ഞ് ഫിറോസൊക്കെയാണ് കൺകണ്ട ദൈവം, ഫിറോസൊക്കെ വിളിച്ചപ്പോൾ തിരിച്ചു വന്നു. പിന്നെ പറഞ്ഞ് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു, പ്ലാൻഡ് ആയിരുന്നു. പിന്നെ പറയുന്നത് പുള്ളിക്ക് എന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഞാൻ പുണ്യവതിയാണ്. എന്തൊരൊക്കെ കഥകളാണ് എൻ്റെ പൊന്നടാവ്. ഇപ്പം ഇതിലുണ്ട് നിങ്ങൾ പറയുന്നതിനകത്തെ കള്ളത്തരങ്ങൾ. നിങ്ങൾ പറയുന്നതിൽ എജ്ജാതി ഉടായ്പ സീനുണ്ടെന്ന് എൻ്റെ ഈ ഒറ്റ ക്ലിപ്പിനകത്തുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി അവരാത കഥകളൊക്കെ ഞാൻ വിയർത്ത് നിങ്ങളുടെ കഥ കേട്ടിട്ട് പറയും. അല്ലല്ല, റസൂലുക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ല. അഫെയർ അല്ല ചേട്ടാ, എനിക്ക് അതും അഫെയർ അല്ല. റസൂലിക്കയുമായിട്ടും അഫെയർ അല്ല. അവനുമായിട്ട് അഫെയർ അല്ല. അത് റിവെഞ്ച്. റസൂൽ അത് അഫെയർ അല്ല. അതിനി എന്താണെന്തോ പൊരാവെ തളർന്ന് ഞാനിത്. എന്തൊരു കഥ ഇത്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി ഏതെങ്കിലും ആൾക്കാർക്ക് വിൽക്കിയത് സൂപ്പർ നല്ല പൈസയ്ക്ക് അത് സാധനം ആൾക്കാരെടുത്ത് സ്ക്രിപ്റ്റാക്കി കഥയായിട്ടോ നോവലായിട്ടോ ചെറുകഥയായിട്ടോ പൈങ്കിളിയായിട്ടോ ഒക്കെ വരും. ഇത് എന്തൊരു സ്റ്റോറിയുടെ ഇത്. പറ ഇക്ക പൂച്ചക്കുട്ടി ഇക്ക പറഞ്ഞൂടാ. പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇത് മറ്റേ അതാണല്ലോ, മറ്റേ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി. അതേപോലത്തെ ഒരു ജബ്രി സാധനമായി പോയില്ലത്. പുള്ളി അഫെയർ ആണോ? അഫെയർ അല്ല. പുള്ളി ആരാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ആരാ നീ? പൊന്നടാവേ, ഒന്നെങ്കിൽ നിങ്ങൾക്കത് പറയാനുള്ള ഗട്ട്സ് കാണിക്കണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ മിണ്ടാനേ നിൽക്കരുത്. ഇവർക്ക് തന്നെ ശുദ്ധമായ ഉറപ്പുണ്ട് ഇവരുടെ സൈഡിൽ യാതൊരു ശരിയുമില്ല എന്നുള്ളതായി. വീഴ്ചയിൽ എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നേ. നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ചേട്ടാ, ഞാൻ ഈ ഫിറോസിന്റെ ഒക്കെ പ്രശ്നത്തിൽ തന്നെ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവനെ വേണ്ടാന്ന് വെച്ചു. ഈ ബിഗ് ബോസിൽ കയറുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നു കേട്ടെ അത് കഴിഞ്ഞ അതൊക്കെ ബിഗ് ബോസിൻ്റെയൊക്കെ മറന്നു കുറേ കഴിയുമ്പോഴായിരിക്കും നമുക്ക് വർക്കുകൾ കിട്ടുന്നത്. ആ ഇറങ്ങുന്ന സമയത്ത് വർക്കുകളില്ല. ഈ ബിഗ് ബോസിന് ശേഷം ഇറങ്ങിയിട്ട് എനിക്കൊരു വർക്ക് കിട്ടുന്നില്ല. ഒരു വർക്കിന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഉള്ള ചാനലെല്ലാം വർക്കുകൾ വിളിച്ച് ചോദിക്കുന്നു. സിനിമയിലുള്ള ആൾക്കാരെ, നമ്മൾ പരിചയമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് സിനിമയുടെ കാര്യം ചോദിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ സമയത്ത് ഫിറോസുമായിട്ട് ഞാൻ പിരിഞ്ഞു കഴിഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേണ്ട
നിങ്ങൾ എന്തൊരു കൊണ്ട് രണ്ടെണ്ണം ഡ്രൈവേഴ്സ് ചെയ്തില്ല? എനിക്ക് അതാ മനസ്സിലാകത്തെ. ചത്താലും നമ്മൾ ഒന്നിച്ചു പോകത്തില്ല, പക്ഷെ ഡൈവോഴ്സ് എന്ന് പറയുന്ന സാധനം തല്ലിക്കൊന്നാ തരത്തില്ല. എന്തൊരു സെറ്റപ്പാണ് ഇവരുടെ ജീവിതം, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പബ്ലിക്ക് വന്ന് പറഞ്ഞിട്ട് പോലും ഒരു കിണുക്കാപ്പും പിടികിട്ടുന്നില്ല. തലയ്ക്ക് ചുറ്റും നക്ഷത്രങ്ങളും കിളികളും കിടന്ന് കടകട കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സാധനം മനസ്സിലാകുന്നില്ല. ഓക്കെ, ബിഗ് ബോസിൽ വന്ന ശേഷം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പുള്ളിക്കാരിക്ക് വർക്കുകളൊന്നും കിട്ടുന്നില്ല. വർക്കുകൾ കിട്ടാതായപ്പോഴത്തേനും പൂച്ചക്കുട്ടിയായിട്ടുള്ള ബന്ധം ഇവർക്കൊരു വർക്ക് കിട്ടി. ആ വർക്ക് കിട്ടിയപ്പോൾ ഇവരുടെ കഷ്ടത അനുഭവിച്ച് മുമ്പ് ഒരുത്തൻ വിഷമിച്ചിരുന്നപ്പോൾ തോള് കൊടുത്തല്ലോ, അതേപോലെ പൂക്കുട്ടിക്കയും തോള് കൊടുത്ത് സഹായിച്ചു, സാമ്പത്തികമായി സഹായിച്ചു, പിള്ളേരെ സഹായിച്ചു, കുടുംബത്തെ സഹായിച്ചു. എൻ്റെ ദൈവമാണ്, കൺകണ്ട ഈശ്വരനാണ് നമ്മുടെ പൂക്കുട്ടിക്ക. ബാക്കിയേക്കാം കഴിഞ്ഞു. ആ അങ്ങനെ ഈ മൂവിയിൽ അഭിനയിക്കാൻ വേണ്ട പരിചയമാണ്. അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചു. ആ സമയത്ത് കുറച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സാറ് ഭയങ്കര ചേട്ടൻ എന്നെ വിളിച്ച് നല്ല പ്രൊട്ടക്ഷനും നല്ലൊരു സാറ്, ചേട്ടൻ, ഇക്ക, എൻ്റെ പൊന്നടാവേ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടോ? പേരിൽ ഉറപ്പില്ല, കാമുകന്മാരുടെ കാര്യത്തിൽ ഉറപ്പില്ല, ഇറങ്ങിപ്പോയവന്മാരുടെ കാര്യത്തിൽ ഉറപ്പില്ല, ഫിറോസിൻ്റെ കാര്യത്തിലോ. എൻ്റെ പൊന്നടാവേ, കെയറിങ്. അതായത് നമ്മൾ പോയ ഒരു വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിന് വേണ്ടി പൈസ ചെലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം, അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന. പിന്നെ എൻ്റെ ഏതാ കുഴി? ഫിറോസ് വീണതാണോ കുഴി, നിങ്ങൾ വീണതാണോ കുഴി? അത് രണ്ടും കൂടെ കുഴിയിലോട്ടത്. അയാൾ ഇതേപോലെ കുറെ കുഴി കിടക്കല്ലേ പറയുന്നത്. മെൻ്റൽ സപ്പോർട്ടിങ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിക്ക് ഫ്രണ്ട്സായി ഞങ്ങൾ. കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും, എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ച് എനിക്ക്. അതായത് ചേട്ടാ, ഞാൻ അതിനുശേഷം ഒരു വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചിലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്തോ മുയലെടുത്താണോ സജി പുള്ളിക്കാരൻ? അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. പൊതുവേ ഉണ്ട്, ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴത്തേനും കാശുള്ള ചില നാറികൾ പറ കാശറിഞ്ഞ് അവരങ്ങ് ചൂണ്ടും. പക്ഷെ ഇപ്പോൾ പൂച്ചക്കുട്ടിക്ക് പെടപ്പാട് വിടുന്നുണ്ട് കേട്ടോ. നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ കിടന്നിട്ട്. അണ്ണന് സഹായിച്ചിട്ട് സന്തോഷമായല്ലോ, അതറിഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. നമ്മൾ തുടക്കത്തിൽ ഏതൊരു ദൈവത്തെ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടായിരുന്നല്ലോ. അന്ത ദൈവമോ ഇന്ത ദൈവം, മറ്റേ അവരൊന്ന് പൊക്കാൻ സഹായിക്കുന്ന ദൈവം, അത് ഇത് വേറെ ദൈവം. എത്ര ദൈവം? 30 കോടി. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. ആ ശിക്ഷ എങ്ങനെ വന്നേ? നമ്മൾ തന്നെ കൊടുത്തല്ലയോ? ആദ്യം നമ്മൾ അഫെയറിലാന്നിരുന്നു, പിന്നെ നമ്മൾ ഗബ്രിനെയാടിന്നിരുന്നു, പിന്നെ പറയുന്നു എൻ്റെ ഗബ്രു ഇങ്ങനെയല്ല ഹേക്കാന്ന് പറയുന്നു. അപ്പം നമ്മൾ തന്നെ ആ ദൈവത്തിൻ്റെ സഹായം മേടിച്ചിട്ട് ദൈവത്തിൻ്റെ ബാക്കിൽ പോയി കുന്ത വിട്ടൊരു കുത്തും കൊടുത്തു. നമ്മൾ തന്നെ അത് ചെയ്തേ. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ? ഒരു കാമുകനും സഹോദരനും വാപ്പയോ? ഇതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. എൻ്റെ കാമുകനാണോ എൻ്റെ സുഹൃത്താണോ എന്നുള്ള കമ്പാരിസൺ ഞാൻ കേട്ടിട്ടുണ്ട്. കാമുകനും സഹോദരനും വാപ്പയും, ഇത് എന്തൊരു കമ്പാരിസൺ ഇത്? എത്ര നാളത്തെ കരിയറിൽ ആദ്യം കുറേ തെപ്പുകൾ കിട്ടിയിട്ടുമുണ്ട്, കുറേ തെപ്പുകൾ കൊടുക്കാനും അവസരം കിട്ടിയിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ ഞാൻ പറയും, ഇത് എന്തൊരു ബന്ധം ഇത്? ഫ്രണ്ട്, കാമുകൻ, മറ്റേ ബ്രദർ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പറയണ്ട, ഞാൻ പറഞ്ഞുതരാം. ദൈവമാണ് പുള്ളിക്കാരൻ, പൂച്ചക്കുട്ടിക്ക. ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്തു? ദൈവത്തെ നമ്മൾ കൊണ്ട് നരകത്തിലിട്ടു. അയാളിപ്പോൾ നക്ഷത്രക്കാലം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഈ സഹായിച്ചത് കൊണ്ട്. അപ്പോൾ ദൈവത്തിനും കണ്ടകശിനി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? കൊണ്ടേ പോകൂ. ബാക്കിയേക്കാം സംസാരങ്ങളെല്ലാം നമ്മൾ തമ്മിലുള്ള തർക്കങ്ങളും വാക്ക് തർക്കങ്ങളെല്ലാം ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഉള്ളത് തന്നെയാണ്. ഞങ്ങൾ പൂച്ചക്കുട്ടിക്കയുമായിട്ടുള്ള കോളും കാര്യങ്ങളൊക്കെ ഉള്ളയാ. അപ്പോൾ ഇതും പുള്ളിക്കാരി കമ്മിറ്റ് ചെയ്തു. ഏതാ? ലവൻ്റെ കൂടെ ഫിറോസ് 2 തെളിവുകളാണ് കാണിച്ചത്. ഒന്ന് പൂക്കുട്ടിയുടെ കോളും, 2 മറ്റേ ലവൻ്റെ കൂടെ ഒളിച്ചോടി പോയിരുന്നിട്ട് എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുന്നു. 2ഉം പുള്ളിക്കാരി കമ്മിറ്റ് ചെയ്തു. ആയതിനാൽ നമുക്ക് ഫിറോസ് പറയുന്നതിനകത്ത് ജെന്യൂനിറ്റി ഉണ്ടെന്നേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ കഥകളെ മലത്തിയടിക്കുമ്പോൾ നിങ്ങൾക്കത് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. അപ്പോൾ ദൈവത്തോട് 3 കോടി രൂപ വില പേശി, ദൈവത്തോട് നാറി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. ദൈവം കേട്ടോ, കൺകണ്ട ദൈവമാ, എൻ്റെ അച്ഛനാണ്, എൻ്റെ കൊച്ചച്ഛനാണ്, എൻ്റെ ഇളയച്ഛനാണ്, എൻ്റെ പടച്ചവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ അങ്ങ് തീർത്തുളഞ്ഞ്. നടാശ കൊല്ലണ്ട. ഞങ്ങൾ തമ്മിലുള്ള സംഭവങ്ങളെല്ലാം ഉള്ളതാണ്. പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങളുടെ
തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സാധനം എങ്ങനെ പുറത്തു വന്നു പറയാമോ? തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ ആണല്ലോ, അതെങ്ങനെ പുറത്തേക്ക് വന്നത്? തികച്ചും ഞാനും എൻ്റെ ദൈവവും പേഴ്സണലായിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന പേഴ്സണലായിട്ട് വളരെ പേഴ്സണലായിട്ട് പറയുക. നമ്മളത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ 2 ഫ്രണ്ട്സിന് ഇട്ട് കൊടുത്തു. ആ ഫ്രണ്ട്സാണത് ഈ ചെകുത്തനായിട്ടുള്ള ഫിറോസിൻ്റെ ഇട്ട് കൊടുത്തത്. ഞാനും ദൈവമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള സാധനം കേട്ടോ, വളരെ പേഴ്സണലായിട്ട് പറയുക. അപ്പോൾ ഈ പേഴ്സണലായിട്ടുള്ള കാര്യം തന്നെ നിന്നെ റെക്കോർഡ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഇട്ട് കൊടുത്തേ. നല്ല ദൈവവും നല്ല ഭക്തിയും മാറ്റർ ആയിരുന്നു. അതിനെ വലിച്ചു കീറി ലോകത്തിനോട് ഇട്ടുകൊടുത്തവരെ തന്നെ പറയണം ചേട്ടാ. കാരണം ഇതിന് ദിയാസന എന്ന് പറഞ്ഞൊരു കുട്ടിയും ദിയാസന എന്ന് പറയുന്ന കുട്ടിയിലേക്ക് നമുക്ക് വരാം കേട്ടോ. ദിയാസനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ദിയാസന അതേപോലെ ആൻമരിയ എന്ന് പറഞ്ഞ ഇവർ 2 പേരാണ് ഇട്ട് കൊടുക്കുന്നത്, ഫിറോസ് ഖാൻ ഇട്ട് കൊടുക്കുന്നത്. ഫിറോസ് ഖാൻ്റെ ഒരു പോസ്റ്റ് റെക്കോർഡ് ഉണ്ട്, അത് പറയുന്നത് അത് പുള്ളി പറയുന്നുണ്ട് ഇവരാണ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ തെളിവുകൾ സംസാരങ്ങളെല്ലാം നമ്മൾ ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ഒരു ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം AC റൂം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി സത്യം പറഞ്ഞാൽ. ഞാൻ എടുത്ത് എൻ്റെ പൊന്നാവേ, നമ്മുടെ അല്ല ദിയാസന സാമാനം പൊടിച്ച് ചെയ്ത് ദിയാസന. ഓ മൈ ഗാഡ്, പറ ഇപ്പൊ സാധനം ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട് കേട്ടോ. എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് റീസെല്ലോ ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. റീസെല്ലിൽ നടന്നതാ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ് എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ഇത് ചെയ്യാൻ പോകുന്നു. അപ്പം തന്നെ എൻ്റെ മുഖമൊക്കെ മാറിയപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വീട്ടിലില്ല? ഇല്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുണ്ട്. കുട്ടികളൊന്നുമില്ല, ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ട ഒരു വീടാണ് ആ വീട്. നന്മകൾ വാഴും വീട്. ആ വീട്ടിലാണ് ദിയാസന വന്നിട്ട് അമ്മ എടുത്തിട്ട് പൊടിച്ചിട്ട് കുടിച്ചിട്ട് കിക്കടിച്ച് കറങ്ങി കിറങ്ങിയിരുന്നത്. ദിയാസന രംഗത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. നല്ല സൂപ്പർ സാധനം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ വരെ കണ്ടു നിർത്തിയവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം എന്ന് പറയൂ. ഞാനപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തുന്ന അലിഗേഷൻ ദിയാസന ഇവരുടെ വീട്ടിൽ പോയി മരുന്നടിച്ചു. ഈ മരുന്നിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ഇവർ തമ്മിൽ ഉടക്കി പിരിഞ്ഞത്. അങ്ങനെയാണ് ഈ വോയിസ് ഫിറോസ് ഖാനിലേക്ക് വന്നത്. ബാക്കി പാർട്ട് 2 കാണാം. മറ്റൊരു ഡേറ്റാണ് വരെ.